ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചിറാപുഞ്ചിയിലാണ്. ഇന്നത്തെ മോർണിംഗിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് കറങ്ങി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ലിങ്സിയർ എന്നൊരു വാട്ടർഫോളിലോട്ടാണ്. ഇത് നമ്മുടെ റൂമിനടുത്തുള്ള സ്ഥലങ്ങളായിരുന്നു. വെറുതെ രാവിലെ തന്നെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ബൈക്ക് എടുത്തിട്ട്. നല്ല ചെറിയ റോഡുകളും നല്ല ആകാശമായിരുന്നു ഇവിടെ കാണാൻ ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ ഈ ഒരു കറക്കത്തിൽ മൂഡ് നല്ല ഫ്രഷായി. ഈ ഒരു ചെറിയൊരു കറക്കം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് റൂമിലേക്കായിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോകുന്നത് വാട്ടർഫോളിലേക്കായിരിക്കും. റൂമിൽ നിന്ന് ഏകദേശം 35 മിനിറ്റോളം എടുത്ത് നമ്മൾ വാട്ടർഫോളിലോട്ട് എത്താൻ. നമ്മൾ ഈ വാട്ടർഫോളിൽ എത്തുമ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ വാട്ടർഫോളിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. എല്ലാവരുടെയും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, സമയക്കുറവ് കാരണം. പിന്നെ ഈ വാട്ടർഫോൾ 3 ലെയറിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ടോപ്പ് ലെയർ, മിഡ് ലെയർ, ലോവർ ലെയർ അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലായിടത്തും വേറെ തന്നെ വ്യൂസാണ് കിട്ടാൻ പോകുന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് കണ്ടാലോ ഇതിൻ്റെ ഭംഗി. എങ്ങനെയുണ്ട് വാട്ടർഫോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഗാർഡൻ ഓഫ് കേവ്സിലേക്കാണ്. ആ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത്. മേഘങ്ങൾ മൂവ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ആ മേഘങ്ങളുടെ മൂവ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മേഘാലയ എന്ന് പറയുന്നത് ഇതാണ്, മേഘങ്ങളുടെ ആലയം എന്ന് പറയുന്നത്. മേഘങ്ങളുടെ മൂവ്മെൻറ്റ് കാണാൻ ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് കാണാൻ പറ്റുന്നത് ഏകദേശം ഗാർഡൻ ഓഫ് കേവ് എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുന്നേ ആയിട്ടായിരിക്കാം ഈ ഒരു വ്യൂസ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഗാർഡൻ ഓഫ് കേവ്സിൻ്റെ അകത്താണെങ്കിലും ഒരുപാട് കാണാനുണ്ടായിരുന്നു. വെള്ളച്ചാട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ കേവ്സിൻ്റെ അകത്ത് അത്രക്കും ഭംഗിയോടുകൂടിയുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മണിക്കൂറോളം അകത്തൂടെ നടക്കാനുണ്ടായിരുന്നു കേവ്സിൻ്റെയും വെള്ളച്ചാട്ടങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം എന്തായാലും നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചായിരുന്നു. പിന്നെ എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയായിരുന്നു ഗാർഡൻ ഓഫ് കേവ്സ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ലാസ്റ്റ് വരെ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക.